ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വെല്ലിനെ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ എന്ന് ആലോചിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു വെതർ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഗ്ലൂമി ആയിട്ടുള്ളൊരു വെതറാണ് കേട്ടോ. അപ്പോൾ ക്ലൗഡി ആയിട്ടുള്ളൊരു വെതറാണ്. കഴിഞ്ഞ ഒരാഴ്ചയൊക്കെ നല്ല വെയിൽ, നല്ല സണ്ണി ആയിട്ട് പ്ലസൻ്റ് ആയിട്ടുള്ള വെതറായിരുന്നു. അപ്പം കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞൊരു 26-27 ഡിഗ്രി വരെയൊക്കെ വന്നായിരുന്നു. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പ്രിങ്ങിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല വെതറാണെന്നാണ് ഇവിടെ ഉള്ളവരുടെയൊക്കെ അഭിപ്രായം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നല്ല പ്ലസൻ്റ് ആയിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഈ ആഴ്ച ഇത്തിരിയുടെ തണുപ്പാണ്. ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം 16 ഡിഗ്രി ഒക്കെ ആണെന്ന് തോന്നുന്നു, മിനിമം 3-4 ഡിഗ്രി ആണെന്ന് തോന്നുന്നു. എനിവേ കഴിഞ്ഞ ഒരാഴ്ച വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഒരു തണുപ്പും കാറ്റും ഒക്കെ ഉള്ളൊരു ദിവസങ്ങളായിരുന്നു ഈ ഒരാഴ്ച. അപ്പോൾ നമുക്ക് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് പോവാം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരുന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡീപ്പ് ബ്രീത്തിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ടൈം ഉള്ളപ്പോഴും എനിക്ക് തോന്നുമ്പോഴേ ഞാൻ ചെയ്യാറുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിനെ ഒന്ന് കാം ഡൗൺ ഒക്കെ ചെയ്യാനാണെന്ന് വിചാരിക്കുന്നു. പക്ഷെ എൻ്റെ മനസ്സ് കാം ഡൗൺ ഒന്നും ആവുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കുറച്ച് നാൾ ചെയ്ത് കഴിയുമ്പം ശരിയാകുമായിരിക്കും. ഒന്ന് ഡീപ്പ് ബ്രീത്ത് ഒക്കെ ചെയ്ത് കഴിയുമ്പം രാവിലെ കുറച്ച് ഫ്രഷ് എയർ ഒക്കെ ബ്രീത്ത് ചെയ്ത് കഴിയുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. ഞാനിവിടെ ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അലക്സയോട് മൈൻഡ് റിലാക്സിങ് സോങ്സ് വെക്കാൻ പറയും. അതൊക്കെ കേട്ടാണ് ഡീപ്പ് ബ്രീത്തിങ് ഒക്കെ ചെയ്യാറ്. ചെറുതായിട്ടൊന്ന് സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യും. നമ്മളിങ്ങനെ ഡ്യൂട്ടിക്കൊക്കെ പോകുന്നത് തള്ളലും മുന്തലും തിരിക്കലൊക്കെ ആയതുകൊണ്ട് ഷോൾഡറിനൊക്കെ വേദന തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവിടെ ഉള്ളൊരു കമൻറ്റ് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ടു യങ് ടു സ്റ്റാർട്ട് ഷോൾഡർ പെയിൻ ആണ്. നമ്മൾ വളരെ യങ്ങാണ്. ഇത്ര യങ് സ്റ്റേജിൽ ഷോൾഡർ പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അത്ര ശരിയല്ലെന്നാണ് അവർ പറയുന്നത്. പക്ഷെ നമുക്ക് ഒത്തിരി മാനുവൽ ആയിട്ടുള്ള വർക്ക് വരുന്നത് കൊണ്ട് ഷോൾഡറിനൊക്കെ വേദന ഉണ്ട്. അപ്പോൾ അതിനെ നമ്മുടെ ഫിസിയോയെ ചെന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞത് സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജൂടെ മൈൻഡിൽ കണ്ടിട്ടാണ് രാവിലത്തെ ഈ സ്ട്രെച്ചിങ് പരിപാടികളൊക്കെ. രാവിലെ തന്നെ കിടക്കപ്പായി എണീറ്റ് അതേപടിയുള്ളൊരു ഇരിപ്പായതുകൊണ്ട് ഒരു കാടത്തെ ലുക്കൊക്കെ എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. സമയമുള്ളപ്പോഴൊക്കെ ഇങ്ങനെ ഒരു ചെറിയ മൈൻഡ് റിലാക്സിങ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ സ്ട്രെച്ചസ് ഒക്കെ ചെയ്യാനായിട്ട് ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. എൻ്റെ ട്രൈ എപ്പോഴും ഒന്നും നടക്കാറില്ല. എന്നാലും ഓഫ് ഉള്ളപ്പോഴൊക്കെ വേറെ പരിപാടി ഇല്ലാത്തപ്പോഴൊക്കെ ആകാലോ. വേറെ പുറത്തേക്ക് പോകും പരിപാടി ഒന്നും ഇല്ലെങ്കിൽ ഡെയിലി ദിവസങ്ങളൊക്കെ ക്ലീനിങ്, കുക്കിങ് അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് കണ്ട് അങ്ങനെയൊക്കെ വെറുതെ സമയം കളയാൻ ഞാൻ ചെയ്യാറ്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ പ്രഭാത പ്രക്രിയകളിലേക്ക് കടന്നു. റൂമിൽ കുറേ തുണി അലക്കാനായിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് നമ്മൾ വാഷിംഗ് മെഷീനിലിട്ടു. പിന്നെ അവിടെ ഇരുന്നൊരു കുക്കി ഉണ്ടാക്കുന്നൊരു പാക്കറ്റ്. ആക്ച്വലി ഞാൻ കുക്കിയാന്ന് വിചാരിച്ച് വാങ്ങിച്ചത് അത്, പക്ഷേ അതിൻ്റെ പൊടിയൊക്കെ ആയിരുന്നു. ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എടുത്ത് വെച്ചതാണ്, നടന്നില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കലാപരിപാടികളിലേക്ക് കടക്കാമെന്ന് വിചാരിച്ച് 2 ബ്രൗൺ ബ്രെഡ് ഉണ്ടായിരുന്നു. അത് ചൂടാക്കിയിട്ട് ചെറുതായിട്ട് പാനിൽ വെച്ച് തന്നെ ടോസ്റ്റ് പോലെ ആക്കി എടുത്ത് കുറച്ച് ചിക്കൻ കറി, പിന്നെ കുറച്ച് ബനാനയുടെ പുറത്ത് പീനട്ട് ബട്ടർ വെച്ചിരുന്നായിരുന്നു ആ കണ്ടത്. അത് കഴിഞ്ഞിട്ട് അടുത്ത നമ്മുടെ അജണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൂം ഒന്ന് വെടുപ്പാക്കി എടുക്കണം. ഒരാഴ്ചയായിട്ട് ഞാൻ റൂം അങ്ങോട്ട് വെടുപ്പാക്കിയിട്ടില്ല. അതുകൊണ്ട് ആന കരിമ്പന്തോട്ടത്തിൽ കയറിയ പോലെയാണ് നമ്മുടെ റൂമിൻ്റെ ഇപ്പോഴത്തെ കിടപ്പ്. വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാറില്ലെങ്കിലും വല്ലപ്പോഴൊക്കെ റൂം വെടുപ്പാക്കി ഇടാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഞാൻ ശ്രമിക്കാറില്ല. നല്ല വൃത്തിയായിട്ട് അടുക്കി പറക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരുന്നുള്ളൂ. പക്ഷെ ഞാൻ പിന്നെ വരുമ്പോൾ അതിൻ്റെ മേളിലേക്ക് ഓരോരോ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വലിച്ച് വാരിയിടും. അത് പിന്നെയും വൃത്തികേടാകും. പിന്നെ ഇടയ്ക്കൊന്ന് വാക്വം ചെയ്ത് കൊടുക്കുന്ന ശീലമൊക്കെ വളരെ നല്ലതല്ലേ. വക്കും മൂലയും ചേർത്ത് അടിച്ച് തൂത്ത് നടുക്ക് കൊണ്ട് വെച്ചിട്ട് പിന്നെ വാരി കളയുക, അങ്ങനെ പല പരിപാടികൾ ഇതേ ഈ ഒരു മെഷീനുള്ളതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഒറ്റ വലി അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നിരപ്പാക്കിയിട്ടുണ്ടെങ്കിൽ റൂം വെടുപ്പായിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങും പരിപാടിയും കഴിഞ്ഞിട്ടുള്ള റൂമിൻ്റെ ലുക്കാണ് കാണുന്നത്. റൂം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം കിട്ടാറുണ്ട്. പക്ഷേ മറ്റേ നമ്മുടെ സിനിമയിൽ ടോവിനോ പറഞ്ഞ പോലെ അലമ്പായിട്ട് കിടക്കുമ്പോൾ ഏതൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെ കിടക്കണമെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. ഊണിൻ്റെ പാത്രത്തിൽ കൊള്ളാവുന്നത്രയും ചോറ്, ക്യാരറ്റ് ബീൻസ് തോരൻ, അതുപോലെ തന്നെ ബീഫ് കറി, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാപ്സിക്കും കുക്കുംബറും വെറുതെ ഉപ്പിട് കൂട്ടിയിട്ടാണ്. അങ്ങനെ കുറച്ച് സാധനം കൂടെ ഇടയ്ക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചോറിൻ്റെ എമൗണ്ട് നമുക്ക് കുറയ്ക്കാം. ഇല്ലെങ്കിൽ വേറൊരു കാലം ചോറൂടെ നമ്മളെടുത്ത് കഴിക്കേണ്ടി വരും. പിന്നെ ഈ വെജിറ്റബിൾസ് ഉള്ളിൽ പോകാനായിട്ടുള്ള നല്ലൊരു വഴിയായിട്ടും കൂടെ ഞാൻ അതിനെ അസ്യൂം ചെയ്യുന്നു. ചോറുണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികളുടെ ഒരു തനതായ ഭക്ഷണശൈലി ആയതുകൊണ്ട് തന്നെ മനസ്സിന് വല്ലാത്ത സന്തോഷം തരുന്നൊരു പരിപാടിയാണിത്. പക്ഷെ നമ്മൾ പണ്ട് തൊട്ടേ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് വയറ് നിറച്ച് ചോറുണ്ടായാലേ നല്ലപോലെ ആരോഗ്യമൊക്കെ ഉണ്ടാവുള്ളൂ എന്ന്. അത് വെറുതെ ആയിരുന്നു എന്ന് ഒരു പരിധി വരെ നമുക്കിപ്പോൾ അറിയാമല്ലോ. ചോറ് കഴിക്കണത് ഒട്ടും കൊള്ളില്ല എന്നല്ല, ഒരു പരിധി വരെ ചോറ് നല്ലതാണെന്ന്. പക്ഷെ അന്ന് നമുക്ക് പറ്റിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാലം ചോറും ആ ചോറിൻ്റെ കൂട്ടത്തിൽ കൂട്ടാനായിട്ട് ഇത്തിരി കറിയും മാത്രം എടുത്തുകൊണ്ടിരുന്നു എന്നോ. അത് പക്ഷെ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിലും കുറച്ച് ചോറിൻ്റെ എമൗണ്ട് കുറയ്ക്കുക, അത്യാവശ്യം കൂടുതൽ കറി എടുക്കുക, അങ്ങനെയൊക്കെയാണ് വേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെജിറ്റബിൾസ് കഴിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ചോറിൻ്റെ എമൗണ്ട് മുന്നേ പറഞ്ഞ പോലെ തന്നെ കുറഞ്ഞു കിട്ടിക്കോളും. ഈ ഇടയായിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഈ ഒരു ട്രിക്ക് ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഉച്ചയ്ക്കൊക്കെ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഭയങ്കര വിശപ്പായിരിക്കും. എന്താ കഴിക്കേണ്ടതെന്ന് അറിയാണ്ട് ഇറങ്ങി വന്നത്.
അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ഓടാൻ പോയാലോ എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞ് നമുക്ക് അടുക്കളയിലേക്ക് ഇറങ്ങണം. അടുത്ത ദിവസത്തേക്കുള്ള സ്റ്റോക്കപ്പ് പരിപാടികൾക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി തുടങ്ങണം. അപ്പോൾ കഴിഞ്ഞ ദിവസം 2-3 പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ആ പഴം അങ്ങോട്ട് പഴംപൊരി ആക്കിയേക്കാന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നായിരുന്നു കേട്ടോ. പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. വീഡിയോ എടുക്കണ കാര്യം മറന്നുപോയി. പഴം അധികം പഴുക്കാത്തത് കൊണ്ട് പഴംപൊരി അങ്ങോട്ട് ജോറായില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.